Welcome my dear students for my next lecture in Mechanical Engineering ME 301 Mechanics of Machinery. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെക്കാനിക്സ് ഓഫ് മെഷീനറിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൽ മെയിനായിട്ട് വരുന്ന പോയിൻറ്റ്സുകളൊക്കെ ആണ് നമ്മളിനി ഫസ്റ്റ് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് KTUവിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം അത് മൊഡ്യൂൾ 1-ൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് കൈനമാറ്റിക്സ് വരുന്നുണ്ട്, മെക്കാനിസം, പിന്നെ കുറച്ച് തിയറി ടോപ്പിക്സുകളാണ് വരുന്നത്. കൈനമാറ്റിക് ഡയഗ്രം, ഡിഗ്രി ഓഫ് ഫ്രീഡം, ഗ്രാഷ് ഓഫ് ക്രൈറ്റീരിയ, ഇൻവേർഷൻസ്, കപ്ലർ കർവ്, സ്ട്രെയിറ്റ് ലൈൻ മെക്കാനിസം, അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം, ഹൂക്സ് ജോയിൻറ്റ്, ജനീവ മെക്കാനിസം, ഇത്ര ടോപ്പിക്കുകളാണ്. പിന്നെ കെനഡീസ് തിയറം, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന തിയറി ടോപ്പിക്. ഈ തിയറി ബേസ് ചെയ്തിട്ട് രണ്ട് പ്രോബ്ലം ഏരിയ അല്ലെങ്കിൽ ഡ്രോയിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഒന്ന് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡും റിലേറ്റീവ് ആക്സിലറേഷൻ മെത്തേഡ് നമ്മൾ അടുത്ത മൊഡ്യൂളിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ മെത്തേഡുമാണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡും ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ മെത്തേഡും മെയിനായിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുള്ള പ്രോബ്ലം ഈ ടോപ്പിക്കിൽ വരുന്നത്. ബാക്കിയുള്ള ഇൻട്രൊഡക്ഷനിലെ തിയറിയാണ് മെക്കാനിസത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കൈനമാറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, മെക്കാനിസം എന്താണെന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം, ഗ്രാഷ് ഓഫ് ക്രൈറ്റീരിയ, ഇൻവേർഷൻസ്, മെക്കാനിസംസ്, ദെൻ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ്, രണ്ട് പ്രോബ്ലം അല്ലെങ്കിൽ ഡ്രോയിങ് ആയിട്ട് വരുന്ന ടോപ്പിക്. അപ്പോൾ രണ്ട് ഫിഗർ നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ദെൻ നെക്സ്റ്റ് ഫിഗർ, ഇത് രണ്ടിനും പ്രത്യേകത നോക്കാം. ഫസ്റ്റ് ഫിഗർ എന്ത് ചെയ്യണം? മൂവബിൾ ആണ്, ദാറ്റ് മീൻസ് അത് റോബോട്ടാണ്. ദെൻ സെക്കൻഡ് വൺ ഒരു സ്ട്രക്ചറാണ്, ദാറ്റ് മീൻസ് അത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു മെക്കാനിക്സ്, എന്താണ് ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളതും ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ബോഡിയുടെ ഓരോ ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു അനദർ ലിങ്കിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇവിടെ എല്ലാ ലിങ്കും ഫിക്സഡ് ആയിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ചെയ്യില്ല. ഓക്കെ, അതാണ് സ്ട്രക്ചർ. ഇത് എന്താണ്? നമുക്കൊരു മെക്കാനിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുക്കാം. റോബോട്ട്, ഒരു ബ്രിഡ്ജിനെ നമുക്കൊരു സ്ട്രക്ചറായിട്ടും പറയാം. ഓക്കെ, ദെൻ മെയിനായിട്ട് നമ്മൾ തിയറി ഓഫ് മെഷീൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ കൈനമാറ്റിക്സും ദെൻ ഡൈനാമിക്സും. അപ്പോൾ കൈനമാറ്റിക്സിൽ നമ്മുടെ മാസുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ടോപ്പിക്സുകൾ, പാരാമീറ്റേഴ്സിനെയാണ് കൈനമാറ്റിക്സ്. നമ്മുടെ ഈ സിലബസിൽ നമ്മളെ ഈ സബ്ജക്റ്റിലെ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ വരുന്ന കൈനമാറ്റിക്സ് ആണ്. മാസിനെ റിലേറ്റ് ചെയ്യാത്ത വെലോസിറ്റി, ആക്സിലറേഷൻ, അതിനെക്കുറിച്ചുള്ള അനാലിസിസ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഗെയിൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക്, സെക്കൻഡ് വൺ കൈനറ്റിക്സ്. അപ്പോൾ മാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് വരുമ്പോൾ ദാറ്റ് മീൻസ് ഫോഴ്സ്, ദെൻ ടോർക്ക്, പവറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്ക് എല്ലാം മാസുമായിട്ട് റിലേറ്റ് ചെയ്താണ്. മാസ് F=ma. അപ്പോൾ ആ കേസിലെല്ലാം സ്റ്റേഷനറി ആയിട്ട് വരുമ്പോൾ സ്റ്റാറ്റിക്കിന് അനാലിസിസും ദെൻ കൈനറ്റിക് അനാലിസിസും ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കൈനമാറ്റിക്സ് എന്ന് പറയും? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് മോഷൻ ഓഫ് ദി ബോഡി. ഒരു ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡിയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളെയാണ് കൈനമാറ്റിക്സിൽ വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് വിത്തൗട്ട് കൺസിഡറിങ് മാസ് കൺസിഡർ ചെയ്യാതെ ഉള്ള അനാലിസിസിനെയാണ് കൈനമാറ്റിക്സിൽ വരുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് അതിന് ജോമെട്രി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓൾറെഡി പറഞ്ഞു, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെയാണ് ഇതിൽ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കൺസിഡർ എ ഫംഗ്ഷൻ ഓഫ് ടൈം, ടൈം വെച്ചിട്ടാണ്. ദറ്റ് മീൻസ് വെലോസിറ്റി മീൻസ് ഡിസ്റ്റൻസ് ബൈ ടൈം, ആക്സിലറേഷൻ മീൻസ് വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ മെയിൻ എക്സാമ്പിളായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ ആയിട്ട് കൈനമാറ്റിക്സിന് എക്സാമ്പിളായിട്ടും കൊടുക്കാം. ദെൻ മെക്കാനിസംസ്, ഒരു മെക്കാനിസത്തിന് ഒരു ഫോർ എക്സാമ്പിളായിട്ട് ഒരു 4 ബാർ മെക്കാനിസം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലിങ്ക് ഒരു ഫിക്സഡ് ലിങ്ക് വരുന്നുണ്ട്. ഇവിടെ റൊട്ടേഷൻ മോട്ടർ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു റൊട്ടേഷൻ കൊടുത്തു, അതിനെ ക്രാങ്ക് എന്ന് പറയുന്നത്. ഇത് ഇൻപുട്ട് ആവുന്ന ഔട്ട്പുട്ടിലേക്ക്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റോക്കറാണ്. റോക്കറിൽ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ ഇൻപുട്ടിൽ നിന്ന് പവർ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കപ്ലർ. ഓക്കെ, ഇതാണ് 4 പോയിൻറ്റ്സുകൾ. ഫസ്റ്റ് അടിയിലുള്ള ലിങ്ക് ഫിക്സഡ്, ക്രാങ്ക്, കപ്ലർ, റോക്കർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ റോക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ 3 ലിങ്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് 3 ലിങ്ക് വരുന്ന കേസിൽ 3 ലിങ്കുകളെ കണക്ട് ചെയ്യാനാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതൊരു മെക്കാനിസമായി മാറി.
3 ലിങ്ക് വന്നു കഴിഞ്ഞാൽ കൈനമാറ്റിക് ചെയിൻ ആയിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് വൺ 2 ലിങ്ക് വരാം. 2 ലിങ്കുകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കൈനമാറ്റിക് പെയർ എന്ന് വിളിക്കാം. ഓക്കെ. ദെൻ ഒരു ലിങ്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ കൈനമാറ്റിക് ലിങ്ക്, ദെൻ 2 ലിങ്ക് വന്നു കഴിഞ്ഞാൽ കൈനമാറ്റിക് പെയർ, ദെൻ 2ൽ കൂടുതൽ ലിങ്ക് വന്നു കഴിഞ്ഞാൽ 3 ലിങ്കോ 4 ലിങ്കോ ഒക്കെ വരികയാണെങ്കിൽ കൈനമാറ്റിക് ചെയിൻ. ദെൻ ഈ കൈനമാറ്റിക് ചെയിനെല്ലാം ഒരു അറേഞ്ച്മെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്താ മെഷീൻ എന്ന് പറയാം. മെഷീൻ എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അപ്പാരറ്റസ് ഫോർ അപ്ലൈ മെക്കാനിക്കൽ പവർ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് ഇൻ്റർ റിലേറ്റഡ് പാർട്ട്. ഓരോ റിലേറ്റ് ചെയ്ത് അടുത്ത പാർട്ട് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈച്ച് ഹാവിങ് ദ ഡെഫിനിറ്റ് ഫങ്ഷൻ ആയിരിക്കും. ഒരു ഫങ്ഷൻ ഇൻപുട്ടിൽ ഒരു ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഔട്ട്പുട്ടിലേക്ക് മൂവ്മെൻറ്റ് വരാം. അതൊരു ഫങ്ഷനിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലാത്ത രീതിയിൽ നമുക്ക് അതിന് ഡെഫിനേഷൻ കൊടുക്കാം. അസംബ്ലേജ് ഓഫ് റിജിഡ് ബോഡീസ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോം ഫോഴ്സസ്, മോഷൻ ആൻഡ് എനർജി ആൻഡ് ഡു വർക്ക്. ഇപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഫോഴ്സും എനർജിയും പവറെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഒരു മെമ്പറിൽ നിന്ന് അടുത്ത മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റിൽ അല്ലെങ്കിൽ റിജിഡ് ബോഡീൻ്റെ അസംബിൾ ചെയ്ത് യൂണിറ്റിനെയാണ് നമ്മൾ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പറഞ്ഞു, അത് റിലേറ്റീവ് മോഷൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ അസംബ്ലേജ് ഓഫ് നമ്പർ ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡീസ് ആണ്. ആ ബോഡി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യും, മൂവ്മെൻറ്റ് വരുന്നില്ല. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലിങ്ക്സ്. ബിറ്റ്വീൻ ലിങ്കിൽ മോഷൻ വരുന്നില്ല. ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ദെൻ അത് ലോഡ് എടുക്കാം. ലോഡ് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കും സാധാരണ സ്ട്രക്ചറിൽ വരുന്നത്. ദെൻ കൈനമാറ്റിക് ലിങ്ക്. ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ബോഡി ഓർ അസംബ്ലി ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡി ഓഫ് എ മെഷീൻ. ഓക്കെ. അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. കൈനമാറ്റിക് ലിങ്ക് പല ടൈപ്പിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിജിഡ് ലിങ്ക് ആണ്. റിജിഡ് ലിങ്ക് ആണ് ഹാർഡായിട്ട് നിൽക്കുന്ന ലിങ്കിനാണ്. സെക്കൻഡ് വൺ ഫ്ലെക്സിബിൾ ലിങ്ക് ആയിട്ട് കൊടുക്കാം. ദെൻ ഫ്ലൂയിഡ് ലിങ്ക്. ഫ്ലെക്സിബിൾ മീൻസ് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി വരാം. ഫോർ എക്സാമ്പിൾ ഷാഫ്റ്റ്, റിജിഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് വരാം. ദെൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ടോർക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷേ ചെറിയ രീതിയിലുള്ള ഡീവിയേഷൻ, ഒരു ടിൽട്ട് മൂവ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫ്ലെക്സിബിൾ ലിങ്ക് ആണെങ്കിൽ. ഓക്കെ. ദെൻ ഫ്ലൂയിഡ് ലിങ്ക് നമ്മൾ പാസ്കലിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ലിങ്ക് കണക്ഷൻസിനെ നമുക്ക് ഫ്ലൂയിഡ് ലിങ്കിൽ വരാം. ഇൻ ബിറ്റ്വീനിൽ ഫ്ലൂയിഡ് ആയിരിക്കും വരുന്നത്. ദെൻ ടൈപ്പ് ഓഫ് കൈനമാറ്റിക് പെയർ ഓൺ നേച്ചർ ഓഫ് റിലേറ്റീവ് മോഷൻ. അതിൻ്റെ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ സിലിണ്ടറിക്കൽ പെയർ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയറിന് സിലിണ്ടറിക്കൽ പെയർ, റോളിംഗ് പെയർ, സ്പെരിക്കൽ പെയർ വരുന്നുണ്ട്, സ്ക്രൂ ആൻഡ് ഹെലിക്കൽ പെയർ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫിഗർ നോക്കാം. ദെൻ സ്ലൈഡിങ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിങ്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പെയർ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത് സ്ലൈഡിങ് പെയർ മീൻസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക്, ദെൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് ലിങ്ക്, അതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് സ്ലൈഡ് ചെയ്യാണ്. അത് റൊട്ടേറ്റ് ചെയ്യാൻ ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ടേണിംഗ് ആണ്. ടേണിങ്ങിൽ വരുന്നത് 2 എൻഡിൽ 2 കണക്ഷൻസ് കൊടുത്തു. ദെൻ ഔട്ടർ ആയിട്ടുള്ള ഒരു ഹോൾ കൊടുത്തു, ബി, ഉള്ളിലൊരു ഷാഫ്റ്റ് കൊടുത്തു. ഇത് റൊട്ടേഷൻ നടത്താൻ പറ്റും. അതിനാണ് ടേണിങ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് സിലിണ്ടറിക്കൽ പെയർ ആണ്. അപ്പോൾ ടേണിംഗ് പെയറിൽ 2 സൈഡിൽ ലോക്ക് ചെയ്തിരുന്നു. ഇവിടെ എന്ത് ചെയ്യും, റൊട്ടേഷൻ പോസിബിൾ ആണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻറ്റും പോസിബിൾ ആണ്. അതിനാണ് സിലിണ്ടറിക്കൽ പെയർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ വരുന്നത് റോളിംഗ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ ഫ്ലോറിലൂടെ ഒരു ബോൾ റൊട്ടേഷൻ അല്ലെങ്കിൽ വീലിൻ്റെ റൊട്ടേഷൻ വരാം. ഓക്കെ. അതിനാണ് റോളിംഗ് പെയർ എന്ന് പറയുന്നത്. ദെൻ ബോൾ ആൻഡ് സോക്കറ്റ്. ഇതേ രീതിയിലാണ് ബോൾ ആൻഡ് സോക്കറ്റ്. ഒരു സോക്കറ്റിൽ ഒരു ബോൾ വെച്ചിട്ടുള്ള റൊട്ടേഷൻ വരാം. ഓക്കെ. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. തിയറി ആയിട്ടൊക്കെ ചോദിക്കാം. ദെൻ ടൈപ്സ് ഓഫ് കൈനമാറ്റിക് പെയർ ഓൺ എ സ്ട്രക്ചർ ഓഫ്
ഓൺ നേച്ചർ ഓഫ് കോണ്ടാക്ട് ബേസ് ചെയ്തിട്ടുള്ള കൈനമാറ്റിക് പെയറിൻ്റെ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ലോവർ പെയർ എന്ന് പറയും, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഹയർ പെയറാണ് വരുന്നത്. അപ്പോൾ ഈ ലോവർ പെയറിൽ വരുന്നത് സർഫസ് കോണ്ടാക്ട് ഓർ ഏരിയ കോണ്ടാക്ട്, രണ്ട് ലിങ്കുകൾ തമ്മിൽ കണക്ഷൻ വരുന്ന സമയത്താണ് പെയർ വരുന്നത്, കൈനമാറ്റിക് പെയർ. അപ്പോൾ അതിൽ ലോവർ പെയർ മീൻസ് അത് സർഫസ് കോണ്ടാക്ട് വരാം, അല്ലെങ്കിൽ ഏരിയയിൽ കോണ്ടാക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രാങ്ക് മെക്കാനിസം, അതൊരു ഏരിയയിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ആ ടൈപ്പ് പെയറിനെയാണ് ലോവർ പെയർ എന്ന് പറയുന്നത്. ഇനി ഹയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൈനിൽ കോണ്ടാക്ട് ചെയ്യുക, അതിനെയാണ് ഹയർ പെയർ എന്ന് പറയുന്നത്. ബോൾ ബെയറിംഗ്, ക്യാം ഫോളോവർ മെക്കാനിസം, ഇതൊക്കെയാണ് ഹയർ പെയറിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ കൈനമാറ്റിക് ചെയിൻ. കൈനമാറ്റിക് ലിങ്ക് കഴിഞ്ഞു, കൈനമാറ്റിക് പെയർ കഴിഞ്ഞു, ദെൻ കൈനമാറ്റിക് ചെയിനാണ്. അപ്പോൾ അതിൽ വരുന്നത് ഡിഫറെൻറ്റ് കൈനമാറ്റിക് ചെയിനിൽ നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ABC ഒരു 3 ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3. ഇതൊരു 3 ബാർ മെക്കാനിസമാണ്. ഈ മെക്കാനിസത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ചെക്ക് ചെയ്യാനുള്ളതിന് 2 ഇക്വേഷൻസ് ഉണ്ട്. കൈനമാറ്റിക് പെയർസ് ആർ കപ്പിൾഡ്. ഇപ്പോൾ രണ്ടോ മൂന്നോ കൈനമാറ്റിക് ലിങ്കിനെ കണക്ട് ചെയ്യുമ്പോൾ ചെയിന് കിട്ടുന്നു. അപ്പോൾ 2 കൈനമാറ്റിക് ലിങ്കിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കൈനമാറ്റിക് പെയർ കിട്ടും നമുക്ക്. ദെൻ നമ്പർ ഓഫ് ലിങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് 2p - 4. J = നമ്പർ ഓഫ് ജോയിൻറ്റ് = 3 × L/2 - 2. L മീൻസ് നമ്പർ ഓഫ് ലിങ്ക്. അപ്പോൾ ഇത് വെച്ച് ഈ 2 ഇക്വേഷൻ നോക്കാം, LHSഉം RHSഉം ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ LHS > RHS വരും. ഓക്കെ, ആ കേസിനെയാണ് നമ്മൾ ലോക്ക്ഡ് ചെയിൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് കേസ് ഒരു 4 ബാർ മെക്കാനിസം എടുത്തു. ABCD 1 2 3 4 4 ലിങ്ക് ഉണ്ട്. അതിൽ LHS = RHS ആണ്. ഈ 2 ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിനെയാണ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഒരു പെൻഡഗണുള്ള രീതിയിൽ 5 ലിങ്കുകൾ കണക്ട് ചെയ്തു. ദെൻ അതിൽ ഈ 2 ഇക്വേഷന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ LHS < RHS കിട്ടും. അതിനെയാണ് അൺകൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് വരുന്നുണ്ട്. ഇൻ എ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇൻ എ ചെയിൻ. ഇപ്പോൾ സാധാരണ ചെയിനിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ജോയിൻറ്റ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 2 കൈനമാറ്റിക് ലിങ്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെയർ കിട്ടിയെന്നാണ്. അപ്പോൾ ആ ജോയിൻറ്റിനെ നമുക്ക് ബൈനറി പെയർ എന്ന് പറഞ്ഞ് വിളിക്കാം. ഫസ്റ്റ് പെയറിന് ബൈനറി പെയർ, 2 ലിങ്ക് ജോയിൻ ചെയ്യുമ്പോൾ. 3 വരികയാണെങ്കിൽ ടെർണറി ജോയിൻറ്റ്, 4 വരികയാണെങ്കിൽ കോ ടെർണറി ജോയിൻറ്റ്. ഫോർ എക്സാമ്പിൾ മെക്കാനിസം ABCD ഒരു 4 ബാർ മെക്കാനിസം ഉണ്ട്. ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4. ഇപ്പോൾ ബൈനറി ജോയിൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബൈനറി ജോയിൻറ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്പർ ഓഫ് ലിങ്ക് 4 ആണ്. J ജോയിൻസ് Aയിലും Bയിലും Cയിലും Dയിലും ജോയിൻസ് ഉണ്ട്, 4 കൊടുത്തു. ഹയർ പെയർ 0 ആണ്. വെൻ 2 ലിങ്ക്സ് ആർ ജോയിൻഡ്, അപ്പോൾ പിന്നെ 2 ലിങ്കുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സാധാരണ ബൈനറി ജോയിൻറ്റ് കിട്ടുന്നത്. ഓൾറെഡി പറഞ്ഞു. ദെൻ അതിൻ്റെ ഇക്വേഷൻ J + H/2 = 3L/2 - 2 ആണ്. അപ്പോൾ J = 3L/2 - 2 ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇക്വേഷൻ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ RHS = 3 × L/4/2 - 2. ദെൻ RHSൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നോക്കാം. എത്ര കിട്ടുന്നത്? 6 - 2 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 6 - 2 മീൻസ് 4 ആണ്. ഇനി ജോയിൻസ് നോക്കുക, ജോയിൻസും 4 ആണ്. ദാറ്റ് മീൻസ് LHS = RHS എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ ടെർണറി ജോയിൻറ്റിനെ നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ രീതിയിൽ മെക്കാനിസം ABCDE ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4, ലിങ്ക് 5, ലിങ്ക് 6 6 ലിങ്ക് വരുന്നുണ്ട്. അപ്പോൾ അതേ ഇക്വേഷൻ നോക്കാം. വെൻ 3 ലിങ്ക്സ് ആർ ജോയിൻഡ് ഇൻ ദ സെയിം കണക്ഷൻസ്. ഇപ്പോൾ ഇവിടെ Dയും Cയും 3 ലിങ്കുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് 3യും ലിങ്ക് 6ഉം ലിങ്ക് 4ഉം ജോയിൻ ചെയ്ത പോയിൻ്റാണ് D. ലിങ്ക് 3, ലിങ്ക് 2, ലിങ്ക് 5 ജോയിൻ ചെയ്ത പോയിൻ്റാണ് C. അപ്പോൾ ഇതിനെയാണ് ടെർണറി ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സാധാരണ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ടെർണറി ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബൈനറി ജോയിൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ = 2 ബൈനറി ജോയിൻ്റ് ആണ്. ഒരു ടെർണറി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 ബൈനറി ജോയിൻറ്റിന്
ഈക്വൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം 2 ഇൻറ്റു നമ്പർ ഓഫ് ടേർണറി ജോയിൻറ്റ്സ് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ മെക്കാനിസത്തിൽ 2 ടേർണറി ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ബൈനറി ജോയിൻറ്റ് ഇവിടെ എ ബി ഇ അതിൽ ഓരോ ബൈനറി ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ 3 വന്നു. 3 പ്ലസ് 2 ഇൻറ്റു 2 4. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് ജോയിൻസിൻ്റെ ഇക്വേഷൻ ജെ ഈക്വൽ ടു 3 ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2 മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു എൽ ലിങ്ക് 6 ആണ്. ലിങ്ക് 6 വരുന്ന നമ്പർ ഓഫ് ലിങ്ക് 6. ബൈനറി ജോയിൻറ്റ് 1 2 3 ബൈനറി ജോയിൻറ്റ്. ടേർണറി ജോയിൻറ്റ് ഡിയും സിയും ആണ് ടേർണറി ജോയിൻറ്റ്. ഹയർ പെയർ 0 ആണ്. അപ്പോൾ ഇവിടെ ആർ എച്ച് എസ് നമുക്ക് ഇവിടെ ഈക്വേഷൻ ആർ എച്ച് എസ് ഈക്വൽ 9 മൈനസ് 2 വാല്യൂ കിട്ടുന്നത് 7 ആണ്. അപ്പോൾ ഇനി എൽ എച്ച് എസ് നോക്കാം. എൽ എച്ച് എസ് നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ് 3 ദെൻ ടേർണറി ജോയിൻറ്റ് 2 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 ബൈനറി ജോയിൻറ്റ്സ് കിട്ടും. ടോട്ടൽ 7. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇനി കോട്ടേർണറി ജോയിൻറ്റ്സ് നോക്കാം. കോട്ടേർണറി ജോയിൻറ്റ്സ് ആണ് 3 ലിങ്കുകൾ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് 4 ലിങ്കുകൾ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് കോട്ടേർണറി ജോയിൻറ്റ്സ് വരുന്നത്. ഇവിടെ ജി 4 ഉണ്ട്. ലിങ്ക് 7, ലിങ്ക് 8, ലിങ്ക് 10, ലിങ്ക് 11. ഇനി 4 ഇവിടെ വരുന്നത് സിയിൽ വരുന്നുണ്ട്. ലിങ്ക് 9, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 10. ഓക്കെ, ബാക്കി കുറച്ച് ലിങ്കുകൾ ഇവിടെ ഇയും എഫ് ഒക്കെ ബിയും എ ഒക്കെ ടേർണറി ജോയിൻ്റ് ആണ്. ഡി മാത്രമാണ് ബൈനറി ജോയിൻറ്റ്. ഓക്കെ, വെൻ ഫോർ ലിങ്ക്സ് ആർ ജോയിൻഡ് അറ്റ് ദ സെയിം കണക്ഷൻസ്, ഇതേ രീതിയിൽ ലിങ്ക്സിനെല്ലാം കണക്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ രീതിയിൽ ഇവിടെയൊക്കെയാണ് കോട്ടേർണറി ജോയിൻറ്റ്സ് വരുന്നത് നമ്മൾ പറഞ്ഞു. സാധാരണ കോട്ടേർണറി ജോയിൻറ്റ്സിനെ നമുക്ക് ബൈനറി ജോയിൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ഈക്വൽ ടു 3 ബൈനറി ജോയിൻറ്റിന് ഈക്വൽ ആയിരിക്കും ഒരു കോട്ടേർണറി ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു നമ്പർ ഓഫ് കോട്ടേർണറി ജോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ കോട്ടേർണറി ജോയിൻറ്റ്സ് വരുന്നത് 2 കോട്ടേർണറി ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ലിങ്ക് ഇവിടെ 1 2 3 4 5 6 7 8 9 10 11. ദെൻ ടേർണറി ജോയിൻറ്റ് 2. ടേർണറി ജോയിൻറ്റ് ഇവിടെ വരുന്നത് 4 ആണ്. കോട്ടേർണറി ജോയിൻറ്റ് 2. ദെൻ എൽ ഈക്വൽ ടു ഇക്വേഷൻ 3 ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2 മൈനസ് 2. ആർ എച്ച് എസ് നോക്കാം. ആർ എച്ച് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഇൻറ്റു എൽ നമ്പർ ഓഫ് ലിങ്ക് 11 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വാല്യൂ കിട്ടുക ആർ എച്ച് എസ് 14.5. ഇനി നമുക്ക് ജോയിൻസ് നോക്കാം. ജോയിൻസിൻ്റെ ഇക്വേഷൻസ് എൽ എച്ച് എസ് ഈക്വൽ ടു ജോയിൻസ് നമ്പർ ഓഫ് ജോയിൻസ് ഈക്വൽ ടു ഇക്വേഷൻ 2 ഇൻറ്റു 4. ദാറ്റ് മീൻസ് എത്രയാണ് നമ്മുടെ ടേർണറി ജോയിൻസ് നോക്കാം. ഓക്കെ, 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു ദെൻ നമ്മുടെ കോട്ടേർണറി ജോയിൻസ് നോക്കാം. 2 കോട്ടേർണറി ജോയിൻസ് ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് ബൈനറി ജോയിൻറ്റ് 1 ഈക്വൽ ടു 15. അപ്പോൾ ഇവിടെ 2 ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് ആർ എച്ച് എസ് അല്ലെങ്കിൽ എൽ എച്ച് എസ് ഗ്രേറ്റർ ദാൻ ആർ എച്ച് എസ്. ദാറ്റ് മീൻസ് ലോക്ക്ഡ് ചെയിൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോക്ക്ഡ് ചെയിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഈ ഫിഗറിൽ 10th ലിങ്ക് ജിയും സിയും കണക്ട് ചെയ്ത ആ ലിങ്ക് ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ലിങ്ക് വരുന്നത് 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നമ്പർ ഓഫ് ലിങ്ക് 10 ബൈനറി ജോയിൻറ്റ്. ഇപ്പോൾ ഇവിടെ മാത്രമേ ഒരു ബൈനറി ജോയിൻറ്റ് വരുന്നുള്ളൂ. ടേർണറി ജോയിൻറ്റ് 6 ആണ്. ദെൻ കോട്ടേർണറി ജോയിൻറ്റ് 0. അപ്പോൾ ഇക്വേഷൻ നോക്കാം. ഇപ്പോൾ ടേർണറി ജോയിൻറ്റ്സ് വരുന്ന ഇവിടെ 1 വരുന്നുണ്ട്, 2 3 4 5 6 ടേർണറി ജോയിൻറ്റ്സ് വരുന്നുണ്ട്. ഇക്വേഷൻ നോക്കുക. ജെ ഈക്വൽ 3 എൽ ഡിവൈഡ് ബൈ 2 മൈനസ് 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ എച്ച് എസ് ഈക്വൽ 3 ഇൻറ്റു എൽ മീൻസ് 10 ലിങ്ക് വരുന്നുണ്ട്, 13 കിട്ടുന്നുണ്ട് ആർ എച്ച് എസ്. ഓക്കെ, ഇനി എൽ എച്ച് എസ് നോക്കുക. ജെ ഈക്വൽ ടു 2 ഇൻറ്റു 6. അപ്പോൾ 6 ടേർണറി ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു കോട്ടേർണറി ജോയിൻറ്റ്സ് ഇല്ല പ്ലസ് ഒരു ബൈനറി ജോയിൻറ്റ് 13. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇതിനെയാണ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്.